കൂട്ടുകാരെ, വെൽക്കം ടു റൈസ് ടു ആർ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഫെക്ഷൻ കൺട്രോളിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പോസ്റ്റ് ക്വസ്റ്റ്യൻസും ആണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മൈക്രോബയോളജി ഇൻഫെക്ഷൻ കൺട്രോൾ ഒരു പേപ്പർ ആണ്. അപ്പോൾ അതിന്റെ മൈക്രോബയോളജിയുടെ ഓൾറെഡി നമ്മുടെ PYQ അതുപോലെ തന്നെ പോസിബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി കാണുക. എല്ലാം എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്നത് 11 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് മെയിൻ ആയിട്ടും കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്ന UTI ഉണ്ട്, SSI സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ട്, വാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലെപ്സി, കോട്ടി. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് കവർ ചെയ്യേണ്ട പോർഷൻസ്. ഇത് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ അകത്തുനിന്ന് സ്കിപ്പ് ചെയ്ത് കളയാൻ ഒന്നുമില്ല. നമുക്ക് എന്തായാലും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ചോദിച്ചിട്ടുള്ള റോൾ ഓഫ് എ നേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫൈൻ കോട്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 5 എലമെന്റ്സ് ഓഫ് ക്ലെപ്സി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ UTI, അതുപോലെ UTI എന്നൊരു ഡിഫൈൻ UTI എന്നൊരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇനി നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ് കാണാം. ഞാൻ പറഞ്ഞു ഈ കോട്ടി, ക്ലെപ്സി, SSI ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: കെയർ ബണ്ടിൽ അപ്രോച്ച് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ഡിവൈസ് അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്, ലൈക്ക് എന്താ ഇപ്പൊ ക്ലെപ്സി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ UTI, അങ്ങനെ വാപ്പ്, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ, അതിന്റെ ഒക്കെ കെയർ ബണ്ടിൽ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കുക. അതുകൂടാതെ തന്നെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് മാത്രം എടുത്തു വയ്ക്കാം, അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് മാത്രം എടുത്തു ചോദിക്കാം, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് എടുത്തു വയ്ക്കാം. സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് ഐസൊലേഷൻ പ്രിക്കോഷൻസ് ആൻഡ് യൂസ് ഓഫ് PP, that is personal protective equipments. അപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ആയിട്ടും ഐസോലേഷൻ പ്രിക്കോഷൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് മെയിൻ ആയിട്ടും ഈ ചാപ്റ്ററിൽ വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫൈൻ PP, that is personal protective equipments, അത് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിക്കോഷൻ ഓഫ് കോണ്ടാക്ട് ബേസ്ഡ് ട്രാൻസ്മിഷൻ, സേഫ്റ്റി ഇൻഡിക്കേഷൻ ഫോർ പ്രിവെൻഷൻ ഓഫ് ഹൈഡ്രോജനിക് ഇഞ്ചുറി എന്ന് പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കോണ്ടാക്ട് ബേസ്ഡ് ട്രാൻസ്മിഷൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കോണ്ടാക്ട് ബേസ്ഡ് പ്രിക്കോഷൻസ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസും എയർബോൺ പ്രിക്കോഷൻസും. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നും ഈ 3 പ്രിക്കോഷൻസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കാൻ ഓർക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ വരുന്ന ഹാൻഡ് ഹൈജീൻ ആണ്. ഹാൻഡ് ഹൈജീൻ്റെ അകത്ത് ഹാൻഡ് ഹൈജീൻ മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു പോയിന്റ് കൂടി നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്നും 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് അതുകൂടി നോക്കാൻ ഓർക്കണം. ഹാൻഡ് ഹൈജീനിലേക്ക് വരുമ്പോൾ ഹാൻഡ് ഹൈജീൻ മാത്രം 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹാൻഡ് ഹൈജീനും കൃത്യമായിട്ട് നോക്കിയിരിക്കാൻ ശ്രമിക്കുക. അടുത്ത ചാപ്റ്റർ വരുന്ന ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷനിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫ്യൂമിഗേഷൻ പ്രോസസ്, പിന്നെ ഉള്ള ഒരെണ്ണം 2 ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റൻസ്, പിന്നെ 3 ബക്കറ്റ് സിസ്റ്റം ഓഫ് സർഫസ് ക്ലീനിങ്. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഹൈ ലെവൽ ഡിസ്ഇൻഫെക്റ്റന്റ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ 2 ലോ ലെവൽ ഡിസ്ഇൻഫെക്റ്റൻസ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ 2 ഇന്റർമീഡിയറ്റ് ലെവൽ ഡിസ്ഇൻഫെക്റ്റൻസ് എന്നൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ സ്റ്റെറിലൈസേഷൻ ഡിസ്ഇൻഫെക്ഷൻ, ഡിസ്ക്രൈബ് ദി പ്രിൻസിപ്പിൾസ് ആൻഡ് യൂസസ് ഓഫ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ്, അതുപോലെ വാട്ട് ആർ ദി കെമിക്കൽ സ്റ്റെറിലൻസ്, ഡിസ്കസ് ദെയർ ആപ്ലിക്കേഷൻ ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് CSST, സെൻട്രൽ സ്റ്റെറൈൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റ്. അതിനെപ്പറ്റി ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ 5th ചാപ്റ്റർ എന്ന് പറയുന്നത് സ്പെസിമെൻ കളക്ഷൻ. സ്പെസിമെൻ കളക്ഷൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടിപ്സ് ടു പ്രിവെന്റ് ദി സ്പെസിമെൻ കണ്ടാമിനേഷൻ. പിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 3 പ്രിക്കോഷൻസ് വൈൽ ഹാൻഡ്ലിംഗ് സ്പെസിമെൻസ്. ഇത് 2 എണ്ണമാണ് പ്രീവിയസ് ഇയറിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നിങ്ങൾ നോക്കിയിട്ട് കൊണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്, പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് നോക്കുക. അതുകൂടാതെ സ്പെസിമെൻ കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഫോർ വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ സ്പെസിമെൻ കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഫോർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്നും കൃത്യമായിട്ട് എടുത്തു ചോദിക്കാം.
ഇതുകൂടാതെ ഓരോ സിസ്റ്റമിക് ഇൻഫെക്ഷനും ഏതൊക്കെ പർട്ടിക്കുലർ സ്പെസിമെൻ ആണ് കളക്ട് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഇപ്പൊ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെങ്കിൽ നേസോഫാരഞ്ചിയൽ സ്വാബ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നോസ് അല്ലെങ്കിൽ സൈനസ് ആസ്പിറേറ്റ്സ് ആയിരിക്കാം. അങ്ങനത്തെ ഏത് സ്പെസിമെൻ ആണ് പർട്ടിക്കുലർലി കളക്ട് ചെയ്യേണ്ടത്, ഒരു സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഏത് പർട്ടിക്കുലർ സ്പെസിമെൻ ആണ് കളക്ട് ചെയ്യേണ്ടത് എന്നൊരു 2-3 എക്സാമ്പിൾസ് കൂടി ഒന്ന് നോക്കി വെക്കാൻ ഓർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5th ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം, ദാറ്റ് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളർ കോഡിംഗ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഡിഫറെന്റ് ബിൻസിന്റെ കളേഴ്സ് എഴുതുക, അതിൽ ഓരോ ബിന്നിലും ഏതൊക്കെ വേസ്റ്റ് ആണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഇടേണ്ടതെന്ന കാര്യം കൃത്യമായിട്ട് നോക്കി പഠിച്ചിരിക്കുക. അതുകൂടാതെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതിവിടെ കളർ കോഡിംഗ് എന്നാണെങ്കിൽ നേരെ തിരിച്ച് കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. ഓരോ ബയോമെഡിക്കൽ വേസ്റ്റും എങ്ങനെയാണ് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ മെത്തേഡ്സ്, ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, ആ മെത്തേഡ്സ് എടുത്ത് ചോദിക്കാം. ഇപ്പൊ കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ ത്രൂ ആയിരിക്കാം, ഇൻസിനറേഷൻ ത്രൂ ആയിരിക്കാം, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ ആ പല ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് പഠിച്ചിരിക്കാം. ഇത് കൂടാതെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരെണ്ണമാണ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് യൂസ്ഡ് ഫോർ ദി ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് ഏതൊക്കെയാണെന്നും 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അതിനകത്ത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ടതാണ് ആ കളർ കോഡും, അതുപോലെ തന്നെ ഓരോ കളർ ബിന്നിലും ഏതൊക്കെ ഓരോ കണ്ടെയ്നേഴ്സിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്ന കാര്യവും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 7th ചാപ്റ്റർ വരുന്ന ആന്റിബയോട്ടിക് സ്റ്റുവേർഡ്ഷിപ്പ് ആണ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ആന്റിബയോട്ടിക് സ്റ്റുവേർഡ്ഷിപ്പ് എന്ന് മാത്രം 5 മാർക്കിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2 കോമൺ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ എന്നും ചോദിച്ചിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ കണ്ടിട്ടുള്ളത്. ഇനി ഇത് കൂടാണ്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രാറ്റജീസ്, ആന്റി മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ് പ്രോഗ്രാമിന്റെ സ്ട്രാറ്റജീസും മറക്കാണ്ട് നോക്കണം. അതുപോലെ തന്നെ മോണിറ്ററിംഗ് ഓഫ് ആന്റി മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ് പ്രോഗ്രാം, ഈ 2 പോയിന്റ്സ് കൂടി നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കുക. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ വരുന്ന 8th ചാപ്റ്റർ ആണ് പേഷ്യന്റ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്. പേഷ്യന്റ് സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ്, അതുകൂടാതെ സേഫ്റ്റി ഇൻഡിക്കേഷൻസ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഐട്രോജനിക് ഇഞ്ചുറി, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് കാണാം. ഇതിനകത്ത് പ്രിവെൻഷൻ ഓഫ് ഫാൾ, പ്രിവെൻഷൻ ഓഫ് DVT, പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറേഴ്സ്, അങ്ങനെ കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് കുറെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക, കാരണം ഏത് വന്നാലും നമുക്കൊന്ന് വായിച്ചാൽ മാത്രമേ നമുക്ക് പോയിന്റ്സ് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ റീസ്ട്രെയിൻ പോളിസീസ്, അതൊക്കെ നോക്കിയിരിക്കേണ്ടതാണ്. പിന്നെ ഉള്ള ഒരെണ്ണമാണ് RCA, റൂട്ട് കോസ് അനാലിസിസ്, അതുപോലെ തന്നെ കാപ്പി, കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ. അപ്പൊ RCA എന്നും ചോദിക്കുക, അതുപോലെ തന്നെ കാപ്പ എന്നും മാത്രം 5 മാർക്കിന് 2 മാർക്കിനൊക്കെ ഡിഫൈൻ എന്നല്ലെങ്കിൽ എക്സ്പാൻഡ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതുകൂടാതെ ബ്ലഡ് ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോളിസി ഇമ്പോർട്ടന്റ് ആണ്, അതുകൂടി നോക്കിയിട്ട് തന്നെ പോവുക. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്ന 9th ചാപ്റ്റർ ആണ് IPST, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. IPST ഇത് മാത്രം എടുത്ത് ചോദിക്കാം, 5 മാർക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 ഗോൾസ് ആണുള്ളത്, ആ 6 ഗോൾസും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കുക. അടുത്ത 10th ചാപ്റ്റർ എന്ന് വരുന്നത് സേഫ്റ്റി പ്രോട്ടോകോൾ ആണ്. സേഫ്റ്റി പ്രോട്ടോകോളിൽ നിന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ 5S മെത്തഡോളജി വിത്ത് റെലവൻസ് ടു ഹോസ്പിറ്റൽ. 5S മെത്തഡോളജിയാണ് ചോദിച്ചിരിക്കുന്നത്. 5S ഏതൊക്കെയാണ്? സോർട്ട് ഉണ്ട്, സെറ്റ് ഇൻ ഓർഡർ, ഷൈൻ, സ്റ്റാൻഡർഡൈസ് ആൻഡ് സസ്റ്റെയിൻ. ഇതാണ് 5S എന്ന് പറയുന്നത്, 5S മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. ഇതുകൂടാതെ റേഡിയേഷൻ സേഫ്റ്റി എടുത്തു ചോദിക്കാം, ഹസ്മത്ത് എടുത്ത് ചോദിക്കാം, ഹസ്മത്ത് ഹസാഡസ് മെറ്റീരിയൽ സേഫ്റ്റി ചോദിക്കാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ് ചോദിക്കാം. പിന്നെ ഉള്ള ഒരെണ്ണമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാഡസ് മെറ്റീരിയൽ. ഹസ്മറ്റിന്റെ അകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോയിന്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാഡസ് മെറ്റീരിയൽ. അതുപോലെ തന്നെ പറഞ്ഞ പോലെ സ്പില്ലേജ്, ടൈപ്സ് ഓഫ് സ്പിൽസ്, അതുപോലെ അതിന്റെ മാനേജ്മെന്റ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാൻ ഓർക്കുക. സേഫ്റ്റി പ്രോട്ടോകോൾ എന്ന ചാപ്റ്ററിൽ നിന്നും എമർജൻസി കോഡ്സും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്, 11th ചാപ്റ്റർ, ആൻഡ് ദാറ്റ് ഈസ് എംപ്ലോയി സേഫ്റ്റി ഇൻഡിക്കേറ്റേഴ്സ്. അതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട NSI ആണ്, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്.
സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഫോർ NSI. NSI വന്നാൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്, അതിനെയാണ് ആ ഒരു പോയിന്റ്സ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് എഴുതേണ്ടി വരിക. ഇത് കൂടാതെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി വാക്സിൻസ് ദാറ്റ് ആർ റെക്കമെൻഡഡ് ഫോർ ദി ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഒരു ഹെൽത്ത് കെയർ വർക്കറിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിൻസ് ഏതൊക്കെയാണ് കോമൺ ആയിട്ട്? ഹെപ്പറ്റൈറ്റിസ് ബി, ഇൻഫ്ലുവൻസ, COVID-19 വാക്സിൻ തുടങ്ങിയവയൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ വാക്സിൻസിന്റെ ഒക്കെ പേരൊന്ന് പഠിച്ചിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ പോസിബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.